തിയോഫിൻ, ഗുഡ് മോർണിംഗ്. ദിലീപ് ആ വീട്ടിലുണ്ടോ? അയാൾ പുറത്ത് സാധാരണ നേരത്തെ കേസൊക്കെ പരിഗണിച്ചപ്പോൾ ഇയാൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്താറുണ്ടായിരുന്നു. ഇന്ന് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇവിടെ എത്തിയെന്നുമാണ് ചില അയൽവാസികൾ നമ്മളോട് പറഞ്ഞത്. മനു, ദിലീപ് വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ഒരു ഉറച്ച വിശ്വാസം. അതിന് അല്ലെങ്കിൽ അത് അങ്ങനെ വിശ്വസിക്കാവുന്ന രീതിയിലാണ് ഒരു സാഹചര്യം. ഇതിനിടെ അല്പസമയം മുമ്പ് ഒരു 20 മിനിറ്റോളം മുമ്പ് ഒരു വാഹനം ഇവിടുന്ന് പുറത്തേക്ക് വരുന്നൊരു ഇന്നോവ കാർ. പക്ഷേ അതിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല, ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും സാധാരണ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു പതിവുണ്ട്. പ്രത്യേകിച്ച് ദിലീപ് വലിയ വിശ്വാസിയായതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിൽ എപ്പോഴും പോകാറുണ്ട്. ഇന്നലെ ആലുവ ദേശത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഇന്നലെ ദർശനം നടത്തിയതായിരുന്നു വിവരങ്ങൾ അറിഞ്ഞിരുന്നു. കാരണം ഇന്നലെ രാവിലെ അവധി ദിവസം കൂടിയായിരുന്നു. ഇന്ന് കേസിൻ്റെ നിർണായക വിധി വരാനിരിക്കുന്നു. ആ സാഹചര്യത്തിൽ ഇന്നലെ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുണ്ട്. ഇന്നും ഒരുപക്ഷെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ആ ഒരു ധാരണയിലാണ് നമ്മളിവിടെ എന്തായാലും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. കുറച്ച് നേരത്തെ ഗേറ്റ് തുറന്ന് ഒരു വാഹനം പുറത്തേക്ക് പോയി. അത് നമ്മൾ കൃത്യമായി തന്നെ നോക്കിയിരുന്നു. അതിനകത്ത് ദിലീപ് ഉണ്ടായിരുന്നില്ല, ഡ്രൈവർ മാത്രമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. എന്തായാലും 11 മണിയോടുകൂടി കേസ് കോടതി പരിഗണിക്കുന്നു. അപ്പോൾ അതിനു മുമ്പായി കോടതിയിലെത്തേണ്ടതുണ്ട് ദിലീപിന്. എന്തായാലും അതിനു മുൻപ് ഒരു പക്ഷേ ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയ ശേഷമായിരിക്കും, പ്രാർത്ഥിച്ച് ക്ഷേത്ര ദർശനം നടത്തി കഴിഞ്ഞായിരിക്കും അവർ സാധാരണ രീതിയിൽ ഒരു പതിവ് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അല്പസമയത്തിനകം ഒരു പക്ഷേ മറ്റൊരു വാഹനത്തിൽ ദിലീപ് പുറത്തേക്ക് വരാനുള്ളൊരു സാധ്യത നമ്മൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും നിർണായക വിധിയാണ് വരാനിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടത്, ഈ വിഷയത്തിൽ വലിയ നേരത്തെ ഇപ്പോൾ മുകേഷ് സൂചിപ്പിച്ചതുപോലെ പല ഗൂഢാലോചനകളും ഒക്കെ നടന്നത്, അതുപോലെ VIP എത്തി എന്നൊക്കെ പറയുന്നതൊക്കെ ദിലീപിൻ്റെ വീട്ടിലാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീട് ഒരു നിർണായക ഒരു സ്ഥലമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. ഒപ്പം അതിജീവിതയ്ക്ക് വലിയ പിന്തുണ WCCയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. കാരണം WCCയുടെ ഒരു ഇടപെടലാണ് ഈ കേസിൽ വളരെ നിർണായകമായത്. ഇതിൽ വലിയ കോളിളക്കം അല്ലെങ്കിൽ വലിയൊരു ചലനം സിനിമാ രംഗത്ത് സൃഷ്ടിച്ചു. ഒപ്പം അമ്മ സംഘടനയിൽ നിന്ന് ദിലീപ് പുറത്തു പോകുന്നവരുള്ള സാഹചര്യത്തിലേക്കൊക്കെ നയിച്ചതിനൊക്കെ വലിയ പിന്തുണ ഈ WCC പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വലിയ പിന്തുണ ഇവർ അതിജീവിതയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. ഒപ്പം ഇന്നലെ രാത്രി ഇതുമായി ബന്ധപ്പെട്ട് ഈ WCCയുടെ സമൂഹ മാധ്യമ പേജിൽ അതിജീവിതയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടൊരു പോസ്റ്റ് വന്നിരുന്നു. അതിൽ കൃത്യമായി തന്നെ ഇതുവരെയുള്ള ഒരു ദിവസങ്ങളുടെ കണക്ക് കൂടി പറഞ്ഞുകൊണ്ടാണ് 3215 ദിവസത്തെ നീതിക്കായുള്ള കാത്തിരിപ്പ് എന്ന് ഒരു തലക്കെട്ടോടു കൂടിയാണ് ഈ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗിൽ ഈ പോസ്റ്റ് ഈ WCC പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം അതിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ ഇതുകൂടിയാണ്. അവൾ തുറന്നുവിട്ട പ്രതിരോധം ബാധിച്ചത് സിനിമയിലെ സ്ത്രീകളെ മാത്രമല്ല, മലയാള സിനിമാ വ്യവസായത്തെയും കേരളക്കരയെ ഒന്നാകുകയുമാണ്. അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ സാമൂഹിക മനസാക്ഷിയെ പൊളിച്ചെടുത്ത് നടത്തുകയും മാറ്റത്തിനായുള്ള ശബ്ദം ഉയരുകയും ചെയ്തു. എന്തായാലും ഈ ഒരു കാലയളവിൽ ഈ കേസിൻ്റെ വിചാരണ നടക്കുന്ന കാലയളവിൽ മുഴുവൻ, കാരണം 4.5 വർഷത്തോളം വിചാരണ നീണ്ടു. 7.5 വർഷത്തിലധികം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റ് നടപടികളും ഒക്കെ നീണ്ട ശേഷമാണ് ഇപ്പോൾ നിർണായക വിധി ഇന്ന് വരാനിരിക്കുന്നത്. എന്തായാലും ദിലീപിനെ സംബന്ധിച്ച് ഇന്നൊരു നിർണായക ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്പസമയത്തിനകം ദിലീപ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇന്നലെ ദിലീപ് വീട്ടിലുണ്ടായിരുന്നു. ആലുവയിലുള്ള ദേശത്തിനടുത്തുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദിലീപ് ദർശനം നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ നമ്മൾ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിവിടെ കാത്തു നിൽക്കുകയാണ് മനു.